നീ എന്തിനാ ഇവിടെ വന്നേ? എന്തിനാണ് ഇവിടെ വന്നേ? എന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ച പോരെ, അത് കണ്ട് സന്തോഷിക്കുകയും വേണോ? ഓടാ. ഗണേശൻ എന്നെ തെറ്റിദ്ധരിക്കുക. പ്രശ്നം ഉണ്ടാക്കാനല്ല ഞാൻ വന്നത്. വേദയെ കാണണം, പോണം. വേണ്ട വേണ്ട, വേദയെ കാണണ്ട, പോടാ, കടന്നു പോടാ. നീ ഒറ്റൊരുത്തിനെ വേദയെ ഈ അവസ്ഥയിൽ എത്തിച്ചേ. പോടാ, കടന്നു പോടാ, പോടാ, പോടാ. അച്ഛാ, ഇവര് വേദയെ കാണണമെന്ന്. സർ, ഒന്ന് കണ്ടിട്ട് ഞാൻ തിരിച്ചു പോയിക്കോളാം. കാണാൻ നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് വേണമെങ്കിൽ എനിക്ക് കാണാം. പക്ഷേ അതിനൊന്നും തയ്യാറായല്ല ഞാൻ വന്നത്. വേദ എനിക്ക് ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ആ കൺസിഡറേഷൻ നിങ്ങൾ എനിക്ക് തരണം. അതൊക്കെ ഞാൻ ക്ഷമിക്കുകയായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങോട്ട് വന്നേ അല്ലേ? ശത്രുവായിരുന്നല്ലോ വേദ. ശത്രുവിന്റെ നാശം കാണുന്ന സന്തോഷമായിരിക്കുമല്ലോ. ഒരിക്കലും ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല. കണ്ട് പറ്റുമെങ്കിൽ ആശ്വസിപ്പിച്ചിട്ട് പോണം, അത്രേ ഉള്ളൂ മനസ്സിൽ. നീ അവളെ കാണുമ്പോ അവളുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവളിപ്പോ. ആരെയും തിരിച്ചറിയുന്ന പോലുമില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ തിരിച്ചറിഞ്ഞ അതൊരു നല്ല കാര്യമായിരിക്കില്ലേ അമ്മേ? തിരിച്ചറിഞ്ഞില്ലെങ്കിലോ? അപ്പോഴും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ വയലന്റ് ആയാലോ? വയലന്റ് ആവുകയൊന്നുമില്ല. ആയാലും ഞാനത് മനസ്സിലാക്കി വേണ്ടതുപോലെ പെരുമാറിക്കോളാം. നിങ്ങൾക്കറിയാലോ, എന്റെ ഭർത്താവിന് വേണ്ടിയാ വേദ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത്. എന്നിട്ടും ഞാൻ വന്നു. എനിക്ക് വേണമെങ്കിൽ വരാതിരിക്കായിരുന്നു. വേദയ്ക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് സന്തോഷിക്കായിരുന്നു. ചെയ്തില്ല, ചെയ്യാൻ തോന്നിയില്ല. എത്രയൊക്കെ വന്നാലും വേദ ഒരു പെൺകുട്ടിയാ, മകളാ, സഹോദരിയാ. വേദയ്ക്കൊരു ദുരന്തം വന്നാ അത് നിങ്ങളെയൊക്കെ ഒരുപാട് സങ്കടപ്പെടുത്തുമെന്ന് എനിക്കറിയാം. അതേ സങ്കടം എനിക്കും ഉണ്ട്. അതുകൊണ്ട് എന്നെ തടയരുത്. ശരി, പൊയ്ക്കോളൂ. അവളെ പ്രകോപിപ്പിക്കരുത്, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇല്ല ചാ, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ചെന്നോളൂ. അമ്മേ, ഒരു ഷേക്കൻഡ് താ. എന്തിനാ? ആദ്യം താ. താങ്ക് യു, താങ്ക് യു. ഞാനേ ഒരു ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞപ്പോ അമ്മ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞത് സത്യമായി തീർന്നില്ലേ? മനസ്സിലായില്ല? അമ്മേ, സ്വാതിയുടെ ട്രെയിൻ വീണ്ടും പാളം തെറ്റാൻ പോവാ. ഇനിയും മനസ്സിലായില്ല? ഇല്ല. ഇപ്പൊ ആശുപത്രി കിടക്കുന്ന വേദയുടെ അസുഖം മാറണമെങ്കിൽ മരുന്ന് എന്താന്നറിയോ? നീല്. നീലിന്റെ സാമീപ്യം, സ്നേഹം, കരുതൽ, പരിചരണം അതങ്ങനെ തകർത്ത് തകർത്ത് ഒടുവിൽ വേദയ്ക്ക് നഷ്ടപ്പെട്ട ബോധം തിരിച്ചു കിട്ടും. നീലിന് ആ പഴയ സ്നേഹം തിരിച്ചു വരികയും ചെയ്യും. വിശ്വാസമായില്ലേ? ഇല്ല. അമ്മേ, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാ, നീ എന്ത് ഉദ്ദേശിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. സ്വാതിയെ നീൽ ഉപേക്ഷിക്കാനും പോകുന്നില്ല. കാര്യം ശത്രുവാണെങ്കിലും സ്വാതി പാൽപായസമാ. വേദ വെറും വിഷം. ദേ, ആ വിഷമേ പാൽപായസത്തിൽ കലർന്ന പോരെ? പാൽപായസം വിഷമായില്ലേ? അതിനുള്ള പ്ലാനാ ഇപ്പൊ നടക്കാൻ പോകുന്നത്. പ്ലാനോ? പ്ലാനാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ ഉള്ളത് പറയാലോ, വേദയുടെ അസുഖം ഒരു ആക്ടിങ്ങാ. പക്ഷെ തെളിവൊന്നുമില്ല. എന്നാ ഗൗരിയുടെ ശബ്ദത്തിനും സംസാരിക്കുമ്പോ ഒരു വിഷമവും തോന്നുന്നില്ല. പക്ഷെ സാധാരണഗതിയിൽ അത് വരേണ്ടതാണ്. ഇല്ലെന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താ? അതെന്തെങ്കിലും ആവട്ടെ. നമുക്ക് പാമ്പ് ചത്തു കിട്ടിയാ പോരെ? പാമ്പിനെ കൊല്ലാൻ നടക്കുന്ന നേരത്തിന് നീ വല്ലതും ചെയ്യാൻ നോക്ക്.
നീ ഇങ്ങനെ എപ്പോഴും ഒറ്റയ്ക്കിരുന്നിട്ട് ഓരോ കുശുമ്പത്തരം തോന്നുന്നത്. നിനക്കെന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ? പണിക്കോ? ഞാനോ? എനിക്കങ്ങ് വയ്യ. കണ്ടവരുടെ കീഴിലൊക്കെ പണിയെടുത്ത് നടു കളയുന്നതിലും എത്രയോ ഭേദമാണ് അമ്മേ ഒരു പണിയും ചെയ്യാതെ വീട്ടിലെ കാശുകൊണ്ട് ജീവിക്കുന്നത്. അതിന്റെ ഒരു അന്തസ്സേ പണിയെടുത്ത കിട്ടും അമ്മേ. നീ നന്നാവില്ലടി. അതെ, ഈ അഭിപ്രായമൊക്കെ അമ്മ മാറ്റും. ദേ, കുറച്ചുകൂടി കാത്തിരുന്നാ മതി. അമ്മയുടെ ഈ മോള് ഒരു ജോലിയും ചെയ്യാതെ കാശുള്ള ഗിരിയെ കെട്ടി റാണിയെ പോലെ വിലസുന്നത് അധികം വൈകാതെ അമ്മയ്ക്ക് കാണാൻ പറ്റും. സമയമായി അമ്മേ. അതിന്റെ ലക്ഷണമാ ഇപ്പൊ ഈ കാണുന്നത്. മതി, ഇത് മതി. ഇത് വെച്ച് വേണം ഇനി കളിക്കാൻ. എന്റെ നീലേട്ടാ, നീലേട്ടനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നീലേട്ടൻ എന്റെ ശ്വാസമാണ്, മഴയാണ്, പുഴയാണ്. എങ്ങനെയുണ്ട്? വീണിരിക്കും നീല്. അതൊന്നും വേണ്ട. ഛേ, തല്ലിപ്പുള്ളി. ഇംഗ്ലീഷ് പഠിപ്പിച്ചാലോ? വേണ്ട. എങ്കി വേണ്ട. ഇതൊന്നുമില്ലെങ്കിലും ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടായിരിക്കുമെന്ന് സത്യം ചെയ്യിക്കാൻ പറ്റിയല്ലോ, അത് മതി. അത് പോരാ. ആ സത്യം ചെയ്യലില് ഒരാത്മാർത്ഥത ഉണ്ടായിരുന്നില്ല ഗൗരി. ഞാൻ നിർബന്ധിച്ചപ്പോ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി നീല് ചെയ്തെന്നേ ഉള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു നീലിനെ അല്ല. പിന്നെ നീലിന്റെ ഉള്ളിൽ ഇപ്പോഴും സ്വാതിയാണ്. അവള് പോണം മുഴുവനായിട്ട്. എന്നാലേ എന്റെ ശ്രമം വിജയിച്ചു എന്ന് പറയാൻ പറ്റൂ. സ്വാതി മുഴുവനായിട്ട് പോവാൻ കുറച്ച് പാടാ. തടി കൂടുതലല്ലേ? എന്റെ വേദയെ നമുക്ക് ഇത്രയെങ്കിലും എത്തിക്കാൻ പറ്റിയല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് തന്നെ വലിയ നേട്ടമായിട്ടോ എനിക്ക് തോന്നുന്നേ. ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. വേറൊരു പെണ്ണിനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളെ എനിക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? എനിക്ക് അങ്ങനെ ഒരു നീലിനെ വേണ്ട. കയ്യിൽ കിട്ടിയാൽ നീലിനെ വേദയുടാക്കി മാറ്റാനുള്ള വിദ്യയൊക്കെ അറിഞ്ഞൂടെ? എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ നിഷേധിച്ചാലും നീലിന്റെ ഉള്ളിൽ വേദയോടുള്ള പഴയ സ്നേഹം ഉണ്ടാവും. അതിങ്ങനെ ചാരം മൂടി കിടക്കുക. ഇപ്പൊ സ്വാതിയാണ് ആ ചാരം. അത് മറേ കനല് തെളിയും, വേദ തെളിയും. എന്തോ എനിക്കറിയില്ല. ഈ ആത്മവിശ്വാസ കുറവ് ആദ്യം മാറ്റേണ്ടത്. ഇത് ആത്മവിശ്വാസക്കുറവല്ല. ഈ ഇഷ്ടം, അടുപ്പം, ഒരുമിച്ചുള്ള ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരുതരം ഫീലല്ലേ? ഫീലിന് ഇമോഷൻ വേണ്ടേ? നീലിന് അതില്ല. എന്നൊരു കാര്യം ചെയ്, എല്ലാം നമുക്ക് ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാം. എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കാര്യം വേദ മനസ്സിലാക്കണം. ഒരു കാലത്ത് വേദയെ എങ്ങനെയാണോ നീല സ്നേഹിച്ചത് അതിന്റെ 10 ഇരട്ടിയാ അവനിപ്പോ സ്വാതി സ്നേഹിക്കുന്നത്. 1.5 ദിവസം കൊണ്ടുണ്ടായ മാറ്റമല്ല അതെന്ന് അറിയാലോ. സ്വാതി കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തതാ. അറിയാം. സ്വാതിയെ പോലൊരു പെണ്ണിന് അങ്ങനെ സാധിക്കുമെങ്കിൽ വേദിക്ക് എന്തുകൊണ്ട് പറ്റില്ല? വെറുത്തിരുന്ന ഒരാളുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്തുകൾ മുളപ്പിക്കാൻ സ്വാതിക്ക് കഴിഞ്ഞു. വേദ സ്വാതിയല്ല, നീലിന്റെ കാമുകിയാ. സ്വാതിക്ക് കഴിഞ്ഞത് വേദിക്ക് ഈസി ആയിട്ട് പറ്റും. എന്തോ ഭാഗ്യം കൊണ്ടാ ഭ്രാന്തെന്ന കുബുദ്ധി വേദിക്ക് തോന്നിയതും ആ കെണിയിൽ വന്ന് അവരൊക്കെ വീണതും. ഇനിയൊരല്പം കൂടി ക്ഷമ കാണിച്ചാ വേദിക്ക് ജയിക്കാം. ഇത്തവണ ജയിച്ചാ അത് അവസാനത്തെ ജയമായിരിക്കും. ശരിയാവുമായിരിക്കും അല്ലേ? ശരിയാവുമായിരിക്കും എന്നല്ല, ശരിയാവും. എന്റെ ഊഹം തെറ്റിയില്ലെങ്കിൽ അധികം വൈകാതെ തന്നെ നീലും സ്വാതിയും തമ്മിൽ പിരിയും. ആ പിരിയലിന് സ്വാതി തന്നെയായിരിക്കും മുൻകൈ എടുക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല. Dum